പച്ചച്ചക്കയുടെ ഔഷധ ഗുണങ്ങൾ, പുതിയ ഗവേഷണ കണ്ടെത്തലുകളും സാധ്യതകളും എന്ന വിഷയത്തിൽ സംസ്ഥാനതല സെമിനാർ സംഘടിപ്പിച്ചു. ജാക്ക് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ കീഴിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. സെമിനാറിന്റെ ഉദ്ഘാടനം കൃഷിമന്ത്രി ടി സിദ്ദിഖ് നിർവഹിച്ചു. മുഖ്യപ്രഭാഷണം മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരനും നിർവഹിച്ചു. കേരളത്തിൽ അത് നടന്നേ മതിയാവും. കേരളം ചക്കയുടെ ഒരു ജന്മഭൂമിയാണ്. ധാരാളം ഉണ്ടാകുന്ന സ്ഥലമാണ്. നല്ല മണ്ണാണ്, നല്ല കാലാവസ്ഥയാണ്. മറ്റേത് സംസ്ഥാനത്തേക്കാളും കേരളത്തിലെ ചക്കയ്ക്ക് വലിയ പ്രിയമാണ്. അതിനതിൻ്റേതായ ഒരു നന്മയും മേന്മയുമുണ്ട്. അതുപോലെ തന്നെ ചക്കയുടെ ശ്മശാന ഭൂമിയുമാണ്. ഇവിടെയാണ് ഇതൊക്കെ നശിച്ചു പോവുക. നമുക്ക് എങ്ങനെയാണ് കേരളത്തെ ചക്കയുടെ ഒരു കർമ്മഭൂമിയാക്കി മാറ്റിയെടുക്കാൻ കഴിയും? ഇവിടെ ഒരു ഔദ്യോഗിക ഫലമാണ്, ശരിയാണ്. പക്ഷേ ചക്ക സംസ്ഥാനമായി മാറും. ഔദ്യോഗിക ഫലമായി മാത്രം ആയാൽ പോരാ. ഇവിടെ തന്നെ അതിൻ്റെ ഉൽപ്പാദനം, അതുപോലെ തന്നെ അതിൻ്റെ മാനുഫാക്ചറിങ്, അതിൻ്റെ നിർമ്മാണം, അതോടൊപ്പം തന്നെ അതിൻ്റെ വിപണനവും ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ അതിന് മാർക്കറ്റ് കണ്ടെത്തി ചക്ക ഉൽപ്പാദിപ്പിക്കുന്നവർ, കൃഷി ചെയ്യുന്നവർ എല്ലാവർക്കും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു സവിശേഷമായ സാഹചര്യം ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ്. അതിന് ചക്ക സംസ്ഥാനമാകണമെങ്കിൽ നമ്മൾ ഗ്രാമങ്ങൾ ചക്ക ഗ്രാമങ്ങളായി മാറണം. ഇവിടെ പല സ്ഥലങ്ങളിലും അതിനുള്ള സംരംഭമുണ്ട്. ചക്കാമ്പുഴ എന്ന് പറയുന്ന ഒരു ഗ്രാമം അവർ തീരുമാനമെടുത്തിരിക്കുന്നു. അവരതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. കേരളായി എന്ന് പറയുന്ന ഒരു ഗ്രാമം, നിരവധി പഞ്ചായത്തുകൾ ഇപ്പോൾ തീരുമാനമെടുത്തു. പല പഞ്ചായത്തുകൾ ഒരു ഹബ്ബാക്കി മാറ്റിയെടുക്കുക, അവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച്, അവിടെ തന്നെ സംസ്കരിച്ച്, അവിടെ തന്നെ അതിൻ്റെ വിപണനം കണ്ടെത്താൻ ഉള്ള ഒരു സ്വയം പര്യാപ്തമാകാൻ, ആ കാര്യത്തിൽ ആ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മുഖമുദ്രയാക്കി അതിനെ മാറ്റിയെടുക്കാൻ അതാത് ഗ്രാമങ്ങളിൽ പ്രവർത്തനങ്ങൾ നടക്കണം, പ്രവർത്തനങ്ങൾ വികേന്ദ്രീകരിക്കണം. ഇതിന് അവബോധം ആവശ്യമാണ്, നല്ല അവബോധം ഉണ്ടാക്കണം. അതിന് പ്രചരണം ആവശ്യമാണ്. സ്കൂളുകളിൽ, കോളേജുകളിൽ, വായനശാലകളിൽ, ആളുകൾ തിങ്ങിക്കൂടുന്ന സ്ഥലങ്ങളിൽ, ക്ഷേത്ര ഉത്സവങ്ങളിൽ, പള്ളിപ്പെരുന്നാളുകളിൽ, ഇങ്ങനെ ജനങ്ങൾ തിങ്ങിക്കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം അവബോധം ഉണ്ടാക്കാൻ കഴിയുന്ന പ്രത്യേകമായിട്ടുള്ള സംരംഭങ്ങളും അതിന് സംവിധാനങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതിലൂടെ ജനങ്ങളിൽ അവബോധം ഉണ്ടാകും, ജനങ്ങളിൽ ഒരു ക്രേസ് ഉണ്ടാകും. അത് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പർച്ചേസ് ചെയ്യണം, ഇത് വാങ്ങിക്കണം, ഇത് കഴിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അവബോധം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടാകും. പ്രചരണ പരിപാടികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ചക്ക ഗ്രാമങ്ങളെ സൃഷ്ടിക്കാൻ സാധിച്ചാൽ തീർച്ചയായും ഇവിടെ ഉണ്ടാകുന്ന ചക്കയ്ക്ക് ഇവിടെ തന്നെ അതിന് സംസ്കരണത്തിലൂടെ അതിന് വിപണനം കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഒരു ചക്ക കൃഷി ചെയ്യുന്ന ആളായിരുന്നാലും, ഒരു പ്ലാവ് വീട്ടിലുള്ള ആളായിരുന്നാലും നല്ലൊരു വരുമാന മാർഗമാണ്. അത് ഈ വീടിൻ്റെ ഒരു ചോലയായി അല്ലെങ്കിൽ ഒരു ഏറ്റവും വലിയ ശാപമായി കരുതുന്ന അവസ്ഥയിൽ നിന്നും മാറി അത് നമുക്ക് വരുമാനം ഉണ്ടാക്കി തരുന്ന ഒരു കൽപ്പവൃക്ഷമാണ് എന്നുള്ള നിലയിലേക്ക് ഉള്ള ഒരു അവബോധം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള പ്രചരണ പരിപാടികൾ ജാക്ക് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ എടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ വാക്കുകൾ ചോദിക്കുന്നു. നന്ദി, നമസ്കാരം.